നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 14-നും 2026 മെയ് 11-നും ഇടയിൽ തുലാം രാശിക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിയാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, 2026 ജൂൺ 2-ന് വ്യാഴം മാറുന്നുണ്ട്, ഭാഗ്യസ്ഥാനത്ത് നിന്ന് വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മെയ് 11 വരെ ചൊവ്വയൊക്കെ അനുകൂലമാണ്. അത് ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് സൂചിപ്പിച്ചുകൊണ്ട് ഏകദേശം 2 മാസത്തെ മാർച്ച് 14-നും മെയ് 11-നും ഇടയിലുള്ള ഒരു പ്രവചനങ്ങളാണ് തുലാം രാശിയെക്കുറിച്ച്. തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും ഇത് ബാധകമാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ തരണം, പണമായിട്ട് വേണ്ട. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പുതിയ പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ അതും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ എന്നോട് വാട്സാപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. വാട്സാപ്പ് നമ്പർ, ദയവായത് ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ ഇതാണ് 9847291363. തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് നേരിടേണ്ടി വരുന്ന ഗ്രഹമാറ്റങ്ങൾ, പ്രധാനമായിട്ടുള്ള വളരെ വലിയ മാറ്റങ്ങൾ. അതായത് ഇപ്പോൾ ഇന്ന് മാർച്ച് 4-ആണ്. മാർച്ച് 14-ന് സൂര്യൻ അനുകൂലമായിട്ട് മാറും. ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ്. മാർച്ച് 2-ന് ശുക്രൻ മാറി, അത് ഗുണദോഷ സമ്മിശ്രമാണ്. മാർച്ച് 14-ന് സൂര്യൻ അനുകൂലമായിട്ട് മാറും, ഏപ്രിൽ 14 വരെ. ഓക്കെ, അതുപോലെ തന്നെ ഏപ്രിൽ 2-ന് ചൊവ്വ 6-ാം ഭാവത്തിൽ വരുന്നു, അനുകൂലമാണ്. അത് മെയ് 11 വരെ നിൽക്കും. ഇതിനിടയിൽ ഈ കാലയളവിൽ മാർച്ച് 2-നും ഏപ്രിൽ 19-നും ഇടയിൽ ശുക്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവെത്തത്തുള്ളൂ. അതിനുശേഷം അനുകൂലമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാലയളവിലെയും ഗ്രഹനിലയൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് കോടികൾ വരെ നേടാം. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് 25,000 രൂപ ശമ്പളമുള്ളൂ, അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളമുള്ളൂ, മാസ വരുമാനം വളരെ കുറവാണ്, അങ്ങനെയുള്ള ഞങ്ങൾ കോടികൾ എങ്ങനെയാണ് നേടും തിരുമേനി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവുണ്ട്. ഇപ്പോൾ മാർച്ച് 28-ന് ഒരു 10 കോടിയുടെ ഇതുണ്ട്, ബമ്പറുണ്ട്. അത് എല്ലാവർക്കും അടിക്കത്തില്ല, എങ്കിലും അതിനുള്ള സാധ്യത തുലാം രാശിക്കുണ്ട്. കൂടാതെ നിങ്ങൾ ഭൂമി കച്ചവടം, അതായത് ഏപ്രിൽ 2-നും മെയ് 11-നും ഇടയിൽ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭൂമി കച്ചവടം നടക്കാം, ഭൂമി വിൽപ്പന. ഓക്കെ, ഈ ഭൂമി വിൽപ്പന എന്ന് പറയുമ്പോൾ 1 സെൻറ്റിന് തന്നെ 1,00,000-ന് മേളിൽ സംഭവം. അപ്പോൾ അത് സാധ്യതയാണ്, അത് കോടികൾ വരെ ടേൺ ഓവർ വരാനുള്ള സാധ്യതയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഭൂമി കച്ചവടത്തിന് ബ്രോക്കറായിട്ട് നിൽക്കാം. 1 രൂപ ചിലവില്ലാത്ത, ഞാൻ എപ്പോഴും പറയുന്നതാണ്, 1 രൂപ ചിലവില്ലാത്ത ഒരു ആദായ മാർഗമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നിങ്ങളുടെ സമയം മാത്രം ചിലവഴിച്ചാൽ മതി. ഏറിപ്പോയ ഒരു ഫോൺ കയ്യിലുണ്ടായിരിക്കണമെന്നില്ല, അത് തന്നെയും വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, 1 കോടിയുടെ വസ്തു വിൽപ്പനയ്ക്ക് നിങ്ങൾ ബ്രോക്കറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 2-3 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. അത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴോ ഒക്കെ ഒരു ഭൂമി കച്ചവടം നടക്കുകയുള്ളൂ. ഓക്കെ, അത് ഈ 1 കോടിക്ക് പകരം 100 കോടിയുടെ ഒരു പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതല്ലോ. പോട്ടെ, 50 കോടിയുടെ ഒരു പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ 1.5 കോടി അവിടെയും കിട്ടും. സാധ്യതയാണ്.
ഓക്കെ, ഇതൊക്കെ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നല്ല രീതിയിൽ നമ്മൾ ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും കൃത്യനിഷ്ഠയായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ, അതായത് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാത്ത ബിസിനസ്സുകൾ തന്നെ അതൊക്കെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 കോടിയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നടത്തിയെടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു പരീക്ഷ പാസ്സാവേണ്ടതുണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് LIC ഏജൻറ്റോ അങ്ങനെയുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ നിരവധിയുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു 100 പേരെ നിങ്ങൾ സമീപിക്കുമ്പോൾ ഏതെങ്കിലും 1-2 പേര് നല്ല പോളിസി എടുത്തെന്ന് വരും. എമൗണ്ട്, വലിയ എമൗണ്ട്. അപ്പോൾ അങ്ങനെ 1 കോടിയുടെയും 10 കോടിയുടെയും ഒക്കെ ഒരു ഇൻഷുറൻസ് നിങ്ങൾ നടത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കോടികൾ വരെ നേടാം. ഓക്കെ, അപ്പോൾ തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും ഇപ്പോൾ മാർച്ച് 14 സൂര്യൻ മാറുന്നു, അനുകൂലമാണ്. അപ്പോൾ മാർച്ച് 15 ഗ്രഹനില നോക്കുമ്പോൾ ഇവിടെ പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. നോക്കുക. ഓക്കെ, അതായത് സൂര്യൻ മാറുമ്പോൾ, അതായത് മീനം രാശിയിൽ സൂര്യൻ വരുമ്പോൾ 6ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലമാണ്. അവിടെ നിങ്ങൾ കാത്തു നിൽക്കുന്നത് ശനിയുണ്ട്. അപ്പോൾ ശനി നേരത്തെ തന്നെ അനുകൂലമാണ്. അപ്പോൾ അതും ശനിയും സൂര്യനും ശത്രുക്കളാണ്. ഓക്കെ, അത്യാവശ്യം ടെൻഷനൊക്കെ ഉണ്ടാവും. ശരി, ടെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിൽ തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ വരാൻ കിടക്കുന്നുള്ളൂ. അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മാർച്ച് 14 തൊട്ട് സൂര്യനും ശനിയും അനുകൂലമാണ്, 6ാം ഭാവത്തിൽ അനുകൂലമാണ്. ഓക്കെ, ശുക്രൻ 6ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവിധത്തുള്ളൂ. 9ാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നുണ്ട് ഈ കാലയളവിൽ. അപ്പോൾ അത് ജൂൺ 2 വരെ ഭാഗ്യസ്ഥാനത്ത് 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ഓക്കെ, അത് അനുകൂലമാണ്. നിരവധി തരത്തിലുള്ള നേട്ടങ്ങൾ, അതായത് ഒരു ഭൂമി ക്രയവിക്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വീട് പുതിയതായിട്ട് വാങ്ങിക്കുകയോ വാഹനം വാങ്ങിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ, അതുപോലെ ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ്, അഭൂതപൂർവമായ ധനവരവ്. ചെറിയ, ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ എന്നാൽ തന്നെയും പൊതുവിൽ നമ്മുടെ ഇന്നസെൻ്റ് പറയുന്നത്, പൊതുവേ പറയുകയാണെങ്കിൽ ഭാഗ്യം പരമാവധിയുള്ള ഒരു കാലഘട്ടമാണ് ഈ മെയ് 11 വരെ, മാക്സിമം അത് ജൂൺ 2 വരെ. അതിനുശേഷം വ്യാഴം മാറും. വ്യാഴം കർമ്മഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കർമ്മ രംഗം പുഷ്ടിപ്പെടും എന്നുള്ള വേറെ കാര്യം, അത് അന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാർച്ച് 15 ഗ്രഹനിലയിൽ 5ാം ഭാവത്തിൽ സർപ്പം അഥവാ രാഹു നിൽപ്പുണ്ട്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കേതു നിൽപ്പുണ്ട്. അത് രണ്ടും ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് സാധ്യത കൂട്ടുകയാണ്. പിന്നെ ഇവിടെ ചൊവ്വയും ബുധനും ശുക്രനും ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മാർച്ച് 15 ആ തുടക്കക്കാലത്ത്, മീനമാസത്തിൻ്റെ തുടക്കക്കാലത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അത്യാവശ്യം ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഓക്കെ, കോടികൾ വരെ വന്നു വരാം. മാർച്ച് 28 ഒരു ബമ്പറുണ്ട്, 10 കോടി. അത് വീഡിയോ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് തുലാം രാശിക്കാണ്, തുലാം രാശിക്കും തുലാം ലഗ്നത്തിനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന്. ഓക്കെ, എന്ന് വിചാരിച്ചാൽ ഒരുപാട് ലോട്ടറി ഒന്നും കയറി എടുത്തേക്കുക, ഒരു ലോട്ടറിയൊക്കെ എടുക്കാവുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഗ്രഹനില നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച്, അപ്പോൾ അതായത് സൂര്യൻ ഏപ്രിൽ 14 വരെ അനുകൂലമായിട്ട് നിൽക്കും.
മാർച്ച് 14 തൊട്ട് ഏപ്രിൽ 14 വരെ സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കും. അതിനുശേഷം മേടം രാശിയിൽ 7-ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. പക്ഷേ അത് സൂര്യൻ്റെ ഉച്ചരാശി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കും. എന്നാൽ തന്നെയും നമുക്കവിടെ 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. അതുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേടമാസത്തിൽ. ഓക്കെ, അതിനുശേഷം ഇടവമാസം വരുമ്പോൾ വീണ്ടും കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ പിന്നീട് പറയാം. എനിവേ, അപ്പോൾ ഈ സൂര്യൻ മാർച്ച് 14 തൊട്ട് ഏപ്രിൽ 14 വരെ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടം, പുതിയ തൊഴിൽ കിട്ടാം, ശമ്പള വർധനവ്, പുതിയ ഒരു മേലധികാരി വന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറായിട്ട് ചെയ്യുന്ന ഒരാൾ വന്നെന്ന് വരാം. അതായത് മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. അതുപോലെ തന്നെ ഏപ്രിൽ 2-ന് ശേഷം ചൊവ്വ കൂടുതൽ അനുകൂലമാകും. ഇപ്പോൾ ഈ മാർച്ച് 15-ൻ്റെ ഒരു കണക്കനുസരിച്ച് ചൊവ്വ 5-ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. എന്നാൽ തന്നെ 5-ാം ഭാവത്തിലായതുകൊണ്ട് പിതൃസ്വത്ത്. ഓക്കെ, അവിടെ ചൊവ്വ ബുധനും സർപ്പമൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹമുണ്ട്. സൂര്യൻ അനുകൂലമായിട്ട് മാർച്ച് 14-ന് വരുന്നു. അപ്പോൾ ആ കാലയളവിൽ മാത്രമല്ല, ഏപ്രിൽ 2-ന് ചൊവ്വ അനുകൂലമായിട്ട് മാറും. അപ്പോൾ മാർച്ച് 14 തൊട്ട് അനുകൂലമാണ്, പക്ഷേ ഏപ്രിൽ 2 തൊട്ട് കൂടുതൽ അനുകൂലമാണ്. അപ്പോഴൊക്കെ നമുക്ക് ഭൂമി കച്ചവടം, അതായത് ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട, അതായത് വസ്തു കച്ചവടം നടക്കാം, അല്ലെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാം, അതല്ലെങ്കിൽ പിതൃസ്വത്തിൽ നിന്ന് കൂടുതൽ ആദായം കിട്ടാം. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ മാർച്ച് 15-ൻ്റെ ഇത് കഴിഞ്ഞു. ഏകദേശം ഏപ്രിൽ 14 വരെ ഇതേ ഗ്രഹനില തുടരും. ബുധനോ ശുക്രനോ ഒക്കെ ഇടയ്ക്കൊന്ന് മാറുന്നതേ ഉള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ഏപ്രിൽ 3-നാണ്. ഏപ്രിൽ 2-ന്, ഏപ്രിൽ 2 മുതൽ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു. അതായത് നമ്മുടെ സൂര്യനും ശനിയും നിൽക്കുന്ന രാശിയിലേക്ക് ചൊവ്വയും വരുന്നു 6-ാം ഭാവത്തിൽ. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുലാം രാശിക്ക്, തുലാം ലഗ്നത്തിനും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉയർച്ചയുണ്ടാകും. ഞാനത് ചുരുക്കിയാണ് പറഞ്ഞത്. അതിന് വളരെ വലിയ വിശാലമായ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലയളവിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് ആ മേഖലയിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസരം വന്ന് നിങ്ങൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉയർച്ച നേടും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയുന്നു, ലോകം തന്നെ സംഘർഷത്തിലേക്ക്, അറിയാമല്ലോ, സംഘർഷം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ജ്യോതിഷം മാത്രമല്ല പരിപാടി, വേറെയൊക്കെ പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല കാര്യങ്ങളും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് വെളിച്ചം ചാനൽ മാത്രമല്ല വേറെ പല ചാനലുകളുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യത, അതായത് ലോകം കടക്കണിയിലാണ്. അതുപോലെ തന്നെ ലോകത്ത് സംഘർഷങ്ങളും അരാജകത്വവും കൊടും പട്ടിണിയൊക്കെ വരുമെന്ന് വേൾഡ് എക്കണോമിക് ഫോറം 2024 ജനുവരി 18-ൻ്റെ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞു. അതൊക്കെ സംഭവിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, സംഘർഷങ്ങൾ, എല്ലാ തരത്തിലുള്ള സംഘർഷങ്ങളും അധികരിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നു. പ്രത്യേകിച്ച് ചൊവ്വ, സൂര്യൻ, ശനി ഇത് മൂന്നും കൂടെ കൂട്ടയിടി നടക്കുകയാണ് അവിടെ നമ്മുടെ മീനം രാശിയിൽ. ഓക്കെ, ശുക്രൻ്റെ ഉച്ച രാശിയാണ്. അപ്പോൾ ഏപ്രിൽ 2-നും മെയ് 11-നും ഇടയ്ക്ക് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിലയിൽ തന്നെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലോക്കൽ നമ്മുടെ പ്രാദേശിക രംഗത്തുമൊക്കെ പ്രോബ്ലംസ് അധികരിക്കാനുള്ള സാധ്യത, സംഘർഷം കൂടുതലാവും. അതായത് യുദ്ധവുമൊക്കെ പല നിലയിൽ ഇപ്പം തന്നെ ഏതാണ്ട് 3-ാം ലോക മഹായുദ്ധം തുടങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ലോകം മാറി മറിഞ്ഞേക്കാണ്. ഇതൊക്കെ ഞാൻ പ്രഡിക്റ്റ് ചെയ്തതാണ്. അസ്ട്രോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളിലും ഞാൻ പല ചാനലിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും
ഏപ്രിൽ 2 ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു, മെയ് 11 വരെ. അപ്പോൾ ഭൂമി കച്ചവടം, പുതിയൊരു വീട് ലഭിക്കാം, പുതിയൊരു വാഹനം ലഭിക്കാം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട്. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ പിതൃസ്വത്ത് ലഭിക്കാം, പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കാം, അതുപോലെ തന്നെ പൂർവിക സ്വത്ത് കൈവരും, പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും. കൂടാതെ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, സർപ്പവും ശിഖി അനുകൂലമാണ്, വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചൊവ്വയും സൂര്യനും ശനിയും കൂടി ഏപ്രിൽ 2 തൊട്ട് ഏപ്രിൽ 14 വരെ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഏപ്രിൽ 14 സൂര്യൻ മാറും. പ്രതികൂലമെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ തന്നെയും ഗുണദോഷ സമ്മിശ്രം, അനുകൂലമല്ല, ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ഏപ്രിൽ 14 ശേഷം മേടം രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഉച്ചരാശിയാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഡിസ്കൗണ്ടൊക്കെ കിട്ടും ദുരിതങ്ങൾക്ക്. എനിവേ, അപ്പോൾ ഏപ്രിൽ 2 ചൊവ്വയുടെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ, അതായത് മാർച്ച് 14 മെയ് 11 ഇടയ്ക്കുള്ള ഏകദേശം 2 മാസം നമുക്ക് കാര്യങ്ങൾ ബെറ്ററായിട്ട് വരും. അതിൽ തന്നെ ഞാൻ എടുത്തു പറയുന്ന ഇതാണ്, ഏപ്രിൽ 2 ഏപ്രിൽ 14 ഇടയിൽ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ഞാൻ ഈ ദിനഫലം ഇടുന്നുണ്ട്, അതിനകത്ത് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. പിന്നെ എടുത്തു പറയേണ്ടതക്ക ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂൺ 2 വ്യാഴം മാറുന്നുണ്ട്. ഓക്കെ, അത് മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മെയ് 11 ശേഷം ഓക്കെ ചൊവ്വ പ്രതികൂലമാവും. ഓക്കെ, വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്ക് മാറും. സൂര്യൻ ഈ പറഞ്ഞതൊക്കെ അനുകൂലമല്ല. ആ മെയ് 11 അതായത് ചൊവ്വ മാറുന്ന ആ ഡേറ്റ ഞാൻ പറയുന്നത്. മെയ് 11 ശേഷം സൂര്യനും പ്രതികൂലമാണ്. ഏപ്രിൽ 14 ശേഷം അനുകൂലമല്ലാതാവും. മെയ് 11 ശേഷം സൂര്യൻ ഇവിടെ മെയ് 15 ആകുമ്പോഴത്തേക്ക് ഇടവം രാശിയിൽ വരും. അത് കൂടുതൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. ജൂൺ 2 വ്യാഴം മാറുന്നുണ്ട്. മെയ് 11 ശേഷം തുലാം രാശിക്ക് നിർഭാഗ്യങ്ങളുടെ കാലഘട്ടം തുടങ്ങുകയാണ്. ഓക്കെ, അത് വ്യാഴം മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞോളാം ഡീറ്റെയിൽഡായിട്ട്. എന്തായാലും പൊതുവേ ഇപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഞാൻ പറയുന്ന ഇതാണ്. മാർച്ച് 14 മെയ് 11 ഇടയിലുള്ള 2 മാസം, മാർച്ച് ഏപ്രിൽ മെയ്, ഏകദേശം 2 മാസം തുലാം രാശിക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടിയിരിക്കും. അതിൽ തന്നെ ചെറിയ ചെറിയ നിർഭാഗ്യങ്ങളൊക്കെ ഉള്ള സമയമുണ്ട്. അത് നമ്മൾ ഈ ദിനഫലങ്ങളിൽ സൂചിപ്പിച്ചോളാം. എന്തായാലും മെയ് 11 ശേഷം 2026 മെയ് 11 ശേഷം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളിലേക്ക് വരും. ജൂൺ 2 കഴിയുമ്പോൾ മറ്റ് രാശിക്കാരെ പോലെ ഭാഗ്യങ്ങളൊക്കെ കുറഞ്ഞ് നിർഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് വരും. എനിവേ, സംഭവം ഇതാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ മാർച്ച് 14 മെയ് 11 ഇടയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം, ശുഭദിനം.